നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം തേവലക്കരയിൽ 13-കാരനായ വിദ്യാർത്ഥിക്ക് വൈദ്യുതി ലൈനിൽ തട്ടി ദാരുണാന്ത്യം. സ്കൂളിന്റെ അനാസ്ഥയോ അതോ വകുപ്പിന്റെ മെല്ലെപ്പോക്കോ, എന്തായാലും ഒരു ജീവൻ കൂടി കവർന്നെടുത്തിരിക്കുന്നു. പല ഘട്ടങ്ങളിലും പല സംഭവങ്ങളിലും ഒരു മരണം നടന്നാൽ മാത്രമേ അധികൃതരുടെ കണ്ണ് തുറക്കൂ എന്ന അവസ്ഥ. വിശദമായ റിപ്പോർട്ടിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. മരിച്ചത് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ. അപകടമുണ്ടായത് കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടി. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ വൈദ്യുതി മന്ത്രിമാർ. വൈദ്യുതി ലൈൻ മാറ്റാൻ KECB-യോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന സ്കൂൾ മാനേജ്മെന്റ്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി മന്ത്രി K രാജൻ. ചില രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടന്നുവെന്ന് സംശയമുണ്ടെന്ന് മൊഴി. പ്രശ്നങ്ങളുണ്ടെന്ന് ADGP അറിയിച്ചിരുന്നു. രാത്രി വിളിച്ചപ്പോൾ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി. ഞങ്ങളോട് കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, തമിഴ് എനിക്ക് നല്ല പിടിയില്ല. ഞാൻ പറയുന്ന മലയാള വാക്ക് നിങ്ങൾക്കെല്ലാം പിടിയുണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഒരു വാക്ക് ഇടുക്കി ജില്ലാ കളക്ടറോട് ഭീഷണി സ്വരവുമായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. തങ്ങളോട് കളിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് വേണമെന്ന് വർഗീസ്. ശാന്തമ്പാറയിലെ പാർട്ടി ഓഫീസ് തുറക്കുമെന്നും IAS ഉദ്യോഗസ്ഥർ ചേർന്ന് പേടിപ്പിക്കാൻ നോക്കണ്ടെന്നും വർഗീസ്. ഇടുക്കി പരുന്തുംപാറയിലെ വൻകിട കയ്യേറ്റക്കാർക്കെതിരെ 45 ദിവസത്തിനകം നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ. സർക്കാർ ആശുപത്രികളിലെ അനാസ്ഥ തുടർക്കഥ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചിട്ട് 1 മാസം. ശസ്ത്രക്രിയ ആവശ്യമുള്ള ഹൃദ്രോഗികളെ അയക്കുന്നത് മറ്റ് ആശുപത്രികളിലേക്ക്. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന് വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട്. നിവിൻ പോളി, സംവിധായകൻ എബ്രിഡ് ഷൈൻ എന്നിവർക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്ത് തലയോലപ്പറമ്പ് പോലീസ്. കേസെടുത്തത് 1,90,00,000 രൂപ തട്ടിയെടുത്തുവെന്ന തലയോലപ്പറമ്പ് സ്വദേശി PS ഷംനാഥിന്റെ പരാതിയിൽ. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം. സംഭവം അതീവ ദുഃഖകരമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണോ എന്ന് പരിശോധിക്കും. വീഴ്ച പറ്റിയെന്ന് തെളിഞ്ഞാൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. വൈദ്യുതി കമ്പി സ്കൂൾ കോമ്പൗണ്ട് വഴി പോകാൻ പാടില്ല എന്നാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു അപകട മരണമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ്. ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ്. ഞാനും സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിനു വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. HM-ഉം അവിടുത്തെ മറ്റു അധികാരികൾ എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ. അവരെങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അതെ കൊടുത്തില്ലയോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൌരവത്തോടു കൂടി തന്നെ അന്വേഷിക്കും. ഇലക്ട്രിസിറ്റി ബോർഡും അങ്ങേയറ്റം നിർഭാഗ്യകരമെന്ന വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഷോക്ക് ഏറ്റതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. KECB ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിനെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേയും 2 ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അത് കിട്ടിയ ശേഷമേ നമുക്ക് അതിൽ എന്തെങ്കിലും നടപടി പറയാൻ പറ്റും. ഇപ്പോൾ 2 ഏജൻസി ബോർഡ് അന്വേഷിക്കുന്നുണ്ട്, ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും അന്വേഷിക്കുന്നുണ്ട്. 2 ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവുള്ളൂ. ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ബോർഡിൻ്റെ
ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അത് ഇൻഡിപെൻഡൻ്റാണ്. സുധീഷ് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സുധീഷ്, ഈ പറഞ്ഞതുപോലെ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ദാരുണമായ മരണം 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് സംഭവിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആരുടെ അനാസ്ഥയാണോ ആരുടെ മെല്ലെപ്പൊക്കാണോ എന്നതൊക്കെ പരിശോധിക്കാനുള്ള സമയം ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണോ ഉണ്ടാകുന്നത്? ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ വാക്കുകൾ കേട്ടു. ഒരു മരണം സംഭവിച്ചതിന് ശേഷം നടപടി എടുക്കുന്നതിലേക്ക് പല സംഭവങ്ങളും പല കാര്യങ്ങളും എത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മിഥുൻ്റെ കേസിലും അങ്ങനെ തന്നെയാണോ നടന്നത്? സ്വപ്ന, തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പോൾ ഇവിടെ ADM-ഉം ജില്ലാ പഞ്ചായത്തും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പരിശോധന നടത്തി വരികയാണ്. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇവിടെ BJP പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഷീറ്റിന് മുകളിലൂടെയാണ് ലൈൻ കമ്പി കടന്നു പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ ക്ലാസ് മുറികളുള്ളത്. ആ ക്ലാസ് മുറിയിൽ നിന്നും ഇവർ ഇതിലേക്ക് ഈ ലൈൻ കമ്പി കടന്നു പോകുന്ന ആ ഭാഗത്തുകൂടി ഇവർ വരികയാണ് ചെയ്തത്. മുകളിൽ വീണ ചെരുപ്പെടുക്കാനായി അങ്ങനെയാണ് ഈ ലൈൻ കമ്പിയിൽ തട്ടി ഷോക്ക് ഏൽക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ സ്കൂളിന് ഏകദേശം ഒരു 100 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ തരത്തിൽ തന്നെ ഈ സംവിധാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ KSEBയുടെ ലൈൻ ഈ സ്കൂളിൻ്റെ ഉള്ളിലൂടെ ഇത്തരത്തിൽ കടന്ന് പുറത്തേക്ക് പോകുന്നു. അത് പുറത്ത് കുറച്ച് വീടുകളും മറ്റുമൊക്കെയാണ്. ആ വീടുകളിലേക്ക് പോകുന്ന ഒരു ഇലക്ട്രിക് ലൈനാണ് ഈ പോസ്റ്റും സംവിധാനമുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ പുതിയ രീതിയിൽ മറ്റ് മാറ്റങ്ങൾ വരുത്തി വരികയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിയില്ല എന്നതും ഇവിടെ ഒരു പ്രധാന ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് തീർച്ചയായും ഒരു സാഹചര്യം നമ്മൾ തന്നെ തന്നെയാണ് സുധീഷ് ചോദിക്കാനുള്ളത്. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്തുകൂടിയാണ് ഈ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് ഈ സ്കൂളിന് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയതെന്നതിലേക്ക് ഈ ചോദ്യങ്ങൾ നീങ്ങുകയാണ്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇതിപ്പോൾ ഈ കുട്ടി കയറിയത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, ഇതാദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനെ കുട്ടികൾ ആ ഷീറ്റിന് മുകളിൽ കയറുന്നതും മറ്റും. തീർച്ചയായും സ്കൂൾ അധികൃതർ ഇതിൽ പറയുന്നത് KSEBയോട് മുമ്പ് തന്നെ ഇവർ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു, ഇതിനുള്ളിലൂടെയുള്ള ഈ ലൈൻ മാറ്റി തരണമെന്ന്. പക്ഷേ KSEB അക്കാര്യത്തിൽ ഒരു കൃത്യമായ നടപടി എടുത്തില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയ മറ്റ് ജനപ്രതിനിധികളും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. അന്വേഷണത്തിൽ കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടതാണ്. മുൻകരുതൽ എടുക്കാമായിരുന്നില്ലേ? ശരിക്കും KSEB മുൻകരുതൽ എടുക്കാവുന്ന ഒരു സ്ഥലമായിരുന്നില്ലേ? സ്കൂളാണ്. അല്ല, ഇതിപ്പോൾ നമ്മൾ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും തോന്നാതെ. പക്ഷേ ഇതിൻ്റെ സാഹചര്യം ഞാൻ വിശദീകരിച്ചതുപോലെ ഈ ലൈൻ ഇവിടുന്ന് മാറ്റി അപ്പുറത്തേക്ക് കൊടുക്കാൻ വേറൊരു സോഴ്സ് ഇല്ല. ഒരു 10-60 വീട്ടുകാരുടെ ഇലക്ട്രിക് കണക്ഷൻ നഷ്ടപ്പെടും. അങ്ങനൊരു സാഹചര്യം അതിനകത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് KSEB ജൂൺ 15-ാം തീയതി ഒരു റിപ്പോർട്ട് നൽകിയിരുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്ക് അതിൻ്റെ അത്രയും ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ ഇത് സ്കൂളിൽ നിന്ന് ഇക്കാര്യത്തിൽ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉള്ളതാണ്, അതറിയാം. ഫിറ്റ്നസ് ഇല്ലാതെ ഇവിടെ സ്കൂൾ വർക്കിംഗ് ഓപ്പൺ പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ ഷെഡിന് യഥാർത്ഥത്തിൽ അനുമതി വേണ്ട. ഇത്തരം സെമി പെർമനൻറ്റും അല്ല, ടെമ്പററി ഷെഡാണ്. സൈക്കിൾ ഷെഡിന് വേണ്ടി എല്ലാ സ്കൂളിലും പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. അതിന് പ്രത്യേകിച്ച് പെർമിഷൻ്റെ ആവശ്യം വരത്തില്ല. ഒരുപക്ഷെ ഇതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അപകടം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ഈ ഷെഡിൻ്റെ മുകളിൽ ഒരു ക്രയവിക്രയത്തിന് സാധ്യതയുള്ളൊരു സ്ഥലമല്ല ഇത്. ഈ താഴെയുള്ള ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കുട്ടികൾ കളിച്ചിട്ട് എടുത്തതിൻ്റെ മുകളിൽ എറിഞ്ഞപ്പോൾ മാത്രമാണ് ഈ കുട്ടി ഒരു 8ാം ക്ലാസ് കുട്ടിയാണ്. അതിൻ്റെ കോൺസിക്വൻസ് എന്തെങ്കിലും ഈ കുട്ടിക്ക് തോന്നുമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറത്തില്ല. മുകളിൽ കയറിയാൽ തന്നെ അയാൾ ലൈൻ കിടക്കുന്നത് കൊണ്ട് ആരും അങ്ങോട്ട് എടുക്കത്തില്ല. അപ്പോൾ ഇത് ചെരുപ്പെടുക്കാൻ അയാളുടെ മനസ്സിൽ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെരുപ്പ് എടുക്കുമ്പോൾ ഈ കുട്ടി തെന്നിപ്പോവുകയാണ്. അപ്പോൾ ഓർക്കാതെ, അത് നമുക്ക് പോലും വേണേൽ പറ്റും, ഓർക്കാതെ കയറി മേളത്തെ ലൈൻ കയറി പിടിക്കുകയാണ് ചെയ്യുന്നത്. വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. തീർച്ചയായും സ്വപ്ന, ഇപ്പോൾ നമുക്ക് ഈ ഒരു ദുരന്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതിന് ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിപ്പോയത്. കാര്യം നമുക്കിത് കാണുമ്പോൾ തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാകും. ഈ ഷീറ്റ് ഈ ഒരു സ്ഥലത്ത് സ്ഥാപിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ജോലിക്കാർ ഇത് ചെയ്തിരുന്നതോടൊപ്പം തന്നെ ഈ ഒരു അപകട സാഹചര്യം അവർക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഷെഡ് പണിയുന്നതിനുള്ള അനുമതി നൽകി, അല്ലെങ്കിൽ ആ ഷെഡ് പണിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ ഇലക്ട്രിക് ലൈൻ മാറ്റിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ
നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സുധീഷ്, എന്തായാലും പ്രതിഷേധങ്ങളും അങ്ങേറ്റം നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നേരത്തെ അദ്ദേഹം നടത്തിയത്. ഈ പറഞ്ഞതുപോലെ ഈ സ്കൂളിനകത്തുകൂടി ഇങ്ങനൊരു ലൈൻ പോകുന്നുണ്ട് എങ്കിൽ അതിന് മുകളിൽ കയറാനുള്ള സാഹചര്യം എന്താണ്? ഈ സ്കൂളിനോട് ചേർന്നാണ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കും. അത് പൊക്കത്തിലാണെങ്കിൽ കൂടി സ്കൂളിനോട് ചേർന്നാണ് ഈ ലൈൻ പോകുന്നത്. ആ സ്കൂളിൻ്റെ രണ്ടാമത്തെ നിലയിൽ എനിക്ക് തോന്നുന്നു ആ കൈവരിയുടെ അവിടെ നിന്ന് ഒരുപക്ഷെ ഒരു വല്ല കമ്പോ ഇരുമ്പ് സാധനങ്ങൾ ഉപയോഗിച്ച് എത്തിയാൽ പോലും ആ കമ്പി തൊടാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മാത്രമല്ല 13 വയസ്സുകാരനായ ഒരു കുട്ടി അതിൻ്റെ കോൺസിക്വൻസ് അറിയാതെ, 13 വയസ്സുകാരനായ കുട്ടി ഒരു കളിപ്രായത്തിൽ എത്ര കോൺസിക്വൻസ് ചിന്തിച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കുട്ടികൾ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ചെന്നെത്തുക പതിവാണ്. പക്ഷേ അത് ഒഴിവാക്കേണ്ടത് ഒരുപക്ഷെ വീട്ടുകാരുടെ എന്നതുപോലെ അങ്ങേയറ്റം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്കൂളുകളിലെ അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഇത്തരം ചോദ്യങ്ങളിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും സ്കൂളിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. 60 വീടുകളിലേക്കുള്ള ലൈൻ കണക്ഷൻ കട്ടാകുമെങ്കിൽ അതിന് മറ്റൊരു മാർഗം തേടണം. അതിനു പകരം ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി ഒരു ചോദ്യചിഹ്നം ഉയരുമ്പോഴല്ല ഇതൊന്നും കണക്കിലാക്കേണ്ടത്. തീർച്ചയായും അത്തരത്തിലുള്ള ഇത്തരത്തിൽ ഇതിനകത്തൊക്കെ കിട്ടുന്ന വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെയാണ് നമുക്ക് അതിനകത്തൊരു ഒരു വ്യക്തതയില്ലായ്മ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം വിശദീകരണങ്ങൾ വെറുപ്പാകുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു സത്യാവസ്ഥ എന്താണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് തീർച്ചയായും നമുക്ക് ഏതൊരു വ്യക്തിക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കുമ്പോൾ അപകട സാഹചര്യങ്ങൾ പുറത്തുകൂടി പോകുന്നു, അല്ലെങ്കിൽ ആദ്യം കാണുന്നൊരു വ്യക്തിക്ക് പോലും മനസ്സിലാവും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തി നിൽക്കുന്നതും ആ ഒരു വിശദീകരണങ്ങളും മറ്റുമൊക്കെ ഇത്തരത്തിൽ പോകുന്നതൊക്കെ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇത്തരം മറുപടികൾ നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാനും പറ്റൂ. കാര്യം ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു നിലപാടുകളും അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങളും ഒക്കെ. ഇതിനകത്തൊക്കെ ഇനി ഒരു അന്വേഷണം നടക്കുമെന്ന് പറയുന്നു. പക്ഷേ ആ അന്വേഷണത്തിൽ ഏത് വിധത്തിൽ ആരെയാണ് കുറ്റക്കാർ എന്നൊക്കെ കണ്ടെത്തുമായിരിക്കും. ഒരു പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുഞ്ഞിൻ്റെ ജീവൻ അത് നഷ്ടമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടത്. സ്വപ്ന, നിശ്ചയം അങ്ങനെ തന്നെയാണ് സുധീഷ് പറഞ്ഞതുപോലെ. അങ്ങേറ്റം നിർഭാഗ്യകരമായ ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ഒരു ദുരന്തം കൊല്ലത്ത് തേവലക്കര സ്കൂളിൽ 13 വയസ്സുകാരനായ മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചിരിക്കുന്നു. വൈദ്യുതി ലൈനിൽ തട്ടി മരിച്ചിരിക്കുന്നു. സുധീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. മറ്റു വാർത്തകളിലേക്കാണ്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി K രാജൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. പൂരം കലക്കലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് മന്ത്രി മൊഴി നൽകിയിരിക്കുന്നത്. DIG തോംസൺ ജോസ് മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തി. പലതവണ വിളിച്ചിട്ടും ADGP ഫോൺ എടുത്തില്ല എന്ന് മന്ത്രി മൊഴി നൽകി. കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വസതിയിലെത്തിയാണ് മന്ത്രി K രാജന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഇത് 3ാം തവണയാണ് മന്ത്രി K രാജൻ ഗൂഢാലോചന സംശയമുള്ളതായി മൊഴി നൽകുന്നത്. തൃശൂർ പൂരം നടത്തിപ്പിന്റെ ചുമതല ഔദ്യോഗികമായി നൽകി സർക്കാർ നിയോഗിച്ച മന്ത്രി കൂടിയാണ് K രാജൻ. പൂരത്തിന്റെ ദിവസം രാവിലെ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകും തമ്മിൽ വാക്കുതർക്കമുണ്ടായപ്പോൾ ഔദ്യോഗിക ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെ താൻ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കുമെന്ന് ADGP ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പിന്നീട് പൂരം കലങ്ങിയ സമയത്ത് നിരവധി തവണ MR അജിത് കുമാറിനെ ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. തന്റെ ഫോണിലേക്ക് ADGP തിരിച്ചു വിളിച്ചതുമില്ല എന്നാണ് മന്ത്രി K രാജൻ മൊഴി നൽകിയത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ADGP സ്വകാര്യ യാത്ര പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഗൂഢാലോചന സംശയിക്കുന്നതായാണ് മന്ത്രിയുടെ മൊഴി. ആർക്ക് നേരെയും വിരൽ ചൂണ്ടിയിട്ടില്ല എങ്കിലും പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രീതിയിലാണ് മന്ത്രി മൊഴി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തലവനും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ DIG തോംസൺ ജോസാണ് മൊഴി രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെതിരെ ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വീഴ്ച പറ്റിയെന്ന DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി ജില്ലാ കളക്ടർക്കെതിരെ പരോക്ഷ വിമർശനവുമായി വീണ്ടും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഏതാനും ചില IAS ഉദ്യോഗസ്ഥർ ചേർന്ന് പേടിപ്പിക്കാൻ നോക്കുകയാണ്. തങ്ങളോട് കളിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് വേണം. ശാന്തമ്പാറയിലെ പാർട്ടി ഓഫീസ് തുറക്കുമെന്നും CV വർഗീസ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റിൽ ഭൂവിനിയോഗ ചട്ടം നിലവിൽ വരും. ചട്ടം നിലവിൽ വന്നാൽ ജില്ലയിൽ ആദ്യം തുറക്കുക പാർട്ടി ഓഫീസായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഏതാനും IAS ഉദ്യോഗസ്ഥന്മാർക്ക് പേടിപ്പിക്കുന്നുണ്ടോർത്തോണം കേട്ടാ. ഞങ്ങളോട് കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, തമിഴ് എനിക്ക് നല്ല പിടിയില്ല. ഞാൻ പറയുന്ന മലയാള വാക്ക് നിങ്ങൾക്കെല്ലാം പിടിയുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു വാക്ക് കിള്ളാതെ കിള്ളാതെ തായ് മണിയെ കിള്ളാതെ ഇവിടെ കിള്ളാതെ കിള്ളാതെ തായ് മണിയെ കിള്ളാതെ എന്ന് പറഞ്ഞ പോലെ കിള്ളാതെ കിള്ളാതെ നമ്മളെ കയറിക്കുന്നത്. നമ്മൾ മര്യാദയ്ക്ക് രാത്രി ബോധം നടത്തും. ജനങ്ങളോടുള്ള കാര്യമൊക്കെ പറയും. ജനങ്ങളുള്ള കാര്യം ഉള്ളതുപോലെ പറയും. ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കും, നിലപാടെടുക്കും. ആ നിലപാടിൽ ഇപ്പൊ കണ്ടില്ലേ, 2 ദിവസം മുമ്പ് പറയും.
തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു മാസമായി ഹൃദയ ശസ്ത്രക്രിയ നിലച്ച അവസ്ഥയിൽ. നിലവിൽ ഹൃദ്രോഗവുമായി എത്തുന്നവരെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് അയക്കുന്ന ഒരു സ്ഥിതിയാണ്. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് വിദഗ്ധ സംഘം ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഈയിടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 രോഗികൾ മരിച്ചിരുന്നു. പിന്നാലെ ഹൃദയ ശസ്ത്രക്രിയയിൽ നിർണായക പങ്കുവഹിക്കുന്ന പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമതയില്ലെന്ന് വകുപ്പ് മേധാവി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധനാണ് പെർഫ്യൂഷനിസ്റ്റ്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം. ഇതോടെ കഴിഞ്ഞ 1 മാസമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ നിലച്ച അവസ്ഥയിലാണ്. നിലവിൽ 50 പേർക്കാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡേറ്റ് ആശുപത്രിയിൽ നിന്നും നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൽ 8 രോഗികൾക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ഡേറ്റ് ഇതിനോടകം കഴിഞ്ഞു. നെഞ്ചുരോഗവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലെത്തുന്നവരെ നിലവിൽ കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്കാണ് തൃശൂരിൽ നിന്നും അയക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റ് എന്നിവരടങ്ങുന്ന വിദഗ്ധ സംഘം പരിശോധന നടത്തി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ പഠനവിധേയമാക്കിയ ശേഷം മാത്രമാണ് നടപടിയുണ്ടാകുള്ളൂ എന്നാണ് വിവരം. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വിവരങ്ങൾ നിന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. എന്തിനധികം പറയുന്നു, ഒരു ക്ലാസ് അടച്ചിട്ടിരിക്കുന്ന ക്ലാസ്സാണ്. അവിടെ ആ റൂം നന്നായി പരിശോധിക്കണം. കാരണം ഇഴജന്തുക്കളായ നിങ്ങൾക്ക് റൂമിന്റെ മൂലയിൽ ഇരുന്നാൽ അതും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പഴയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം കൊടുത്തിരുന്നതാണ്. സാറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കൂൾ തുറക്കാൻ അനുവാദമുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വൈദ്യുതി ലൈനിന്റെ പ്രശ്നമാണല്ലോ പറയുന്നത്. ആ വൈദ്യുതി ലൈൻ ഉള്ളപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റൂല. കാരണം കുട്ടികളവിടെ ഈ മോനിപ്പോൾ അവിടെ കയറിയത് അവന്റെ ചെരുപ്പ് മറ്റും എടുക്കാൻ വേണ്ടിയാണ്. എങ്ങനെ അവിടെ ചെരുപ്പ് പോയെന്നുള്ളതൊക്കെ അന്വേഷണം വരേണ്ടതാണ്. അപ്പം എന്തായാലും ഇത് നമുക്ക് വളരെ ദുഃഖകരമായ സംഭവമാണ്. നമുക്ക് ഒരു കാരണവശാലും ഇതിൽ കുറ്റക്കാരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. വിദ്യാഭ്യാസ ഡയറക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും അവിടത്തേക്ക് പോയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയപരമായി മുതലെടുക്കേണ്ട കാര്യമല്ല. ഒരു അപകടമുണ്ടായി. ആ അപകടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനുഷ്യസാധ്യമായ ഗവൺമെന്റിന് സാധ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത് കിട്ടിയ അവസരം നോക്കിയിട്ട് അവിടെ കരിങ്കൊടി പ്രകടനം നടത്തുവാനും അനാദരവ് കാണിക്കാനും ഒക്കെ ഉള്ള പരിശ്രമം നടത്തുന്ന ഒരു കാരണവശാലും അത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച കാര്യം അല്ല. ഇപ്പം ഞാനവിടെ പോകുന്നുണ്ട്. ഞാനവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ റിപ്പോർട്ട് വരാനുണ്ട്. അതേപോലെ തന്നെ സ്കൂളിന് വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ ഇവര് ഈ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടന്നത്. അല്ലെങ്കിൽ പിന്നെ അവരവിടെ മാറ്റുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം നടത്തണമല്ലോ. എന്തായാലും DGയുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS അവിടെ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. അതിന് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഗവൺമെന്റ് എടുക്കേണ്ട നടപടികൾ, വിദ്യാഭ്യാസ വകുപ്പ് എടുക്കേണ്ട നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കും. ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കേണ്ട നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കും. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ മോനോടൊപ്പം തന്നെയാണ് ഗവൺമെന്റ്. മോന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാനിവിടെ ട്രിവാൻഡ്രത്തേക്കല്ലേ, വിദ്യാഭ്യാസ ഡയറക്ടർ അവിടെ പോയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഇതിനെ ന്യായീകരിച്ചുകൊണ്ടെന്ന് ഒരു സ്കൂൾ അധികൃതരും വിശദീകരണം നടത്താൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട അതിന്റെ വസ്തുത പറയുക എന്നല്ലാതെ അതിനെ വിശദീകരിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടൊന്നും ഒരു വിശദീകരണവും ഗവൺമെന്റിന് സ്വീകാര്യമല്ല. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ചയുണ്ടായത് അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി
മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നവർ അതിൻ്റെ അനൗചിത്യം മനസ്സിലാക്കണമെന്നും മന്ത്രി പറയുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ നടൻ നിവിൻ പോളിക്കും സംവിധായകൻ ഷൈനുമെതിരെ കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തു. തലയോലപ്പറമ്പ് സ്വദേശി ഷംനാസിന്റെ പരാതിയിലാണ് നടപടി. 1,90,00,000 രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു 2 ഭാഗത്തിന്റെ ചിത്രത്തിൽ പങ്കാളിയാക്കാമെന്ന കരാറിൽ 1,90,00,000 നൽകി. എന്നാൽ പിന്നീട് മറ്റൊരു സ്ഥാപനത്തിന് ചിത്രത്തിന്റെ വിതരണാവകാശം അടക്കം നൽകിയെന്നും അങ്ങനെയാണ് 1,90,00,000 രൂപ നഷ്ടമായതെന്നും പരാതിയിൽ പറയുന്നു. മഹാവീര്യർ എന്ന നിവിൻ പോളി ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു പരാതിക്കാരനായ ഷംനാസ്. ആ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 90 ലക്ഷം രൂപയിലധികം കിട്ടാനുണ്ട് എന്നാണ് ഷംനാസിന്റെ അവകാശവാദം. വൈക്കം കോടതിയിലാണ് ഷംനാസ് പരാതി നൽകിയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തത്. നിവിൻ പോളിയെ 1-ാം പ്രതിയാക്കിയും എബ്രിഡ് ഷൈനെ 2-ാം പ്രതിയാക്കിയുമാണ് കേസ്. കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് തുടരുന്നു. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഒഴിവാക്കി വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ ഓൺലൈൻ യോഗം ചേർന്നു. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം സംബന്ധിച്ച യോഗമാണ് ഓൺലൈനായി ചേർന്നത്. രജിസ്ട്രാറെ ഒഴിവാക്കി ഓൺലൈനായി യോഗം ചേർന്നതിൽ വലിയ പ്രതിഷേധമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നത്. സെനറ്റ് ഹാളിലെ ഭാരതാംബ ചിത്ര വിവാദത്തിൽ തുടങ്ങിയ രജിസ്ട്രാർ VC പോരാണ് സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിലെത്തി നിൽക്കുന്നത്. ഭരണ നടപടികളിൽ 2 ആഴ്ചക്കാലമായി അനിശ്ചിതത്വം തുടരുകയാണ്. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറും പകരം ചുമതല നൽകിയ ഡോക്ടർ മിനി കാപ്പനും സർവകലാശാലയിൽ എത്തുന്നുണ്ടെങ്കിലും പ്രതിസന്ധി തീരുന്നില്ല. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറിന് ഫയൽ നൽകാനോ ഫയലുകളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകാനോ വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല. താൽക്കാലിക രജിസ്ട്രാറായി ചുമതല നൽകിയിട്ടുള്ള മിനി കാപ്പന് ഫയലുകളിൽ തീരുമാനമെടുക്കാനുള്ള സാഹചര്യം സർവകലാശാല ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്നുമില്ല എന്നതാണ് ഭരണസ്തംഭനാവസ്ഥയ്ക്ക് കാരണം. സാധാരണഗതിയിൽ വൈസ് ചാൻസലറും സർവകലാശാല രജിസ്ട്രാറും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇടപെടേണ്ടതാണ്. VCയുടെ തീരുമാനം ചാൻസലർ ശരിവച്ചാൽ KS അനിൽകുമാറിന് ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കാനുമാകും. ഇക്കാര്യത്തിൽ ഗവർണറും മൗനം തുടരുകയാണ്. ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകേണ്ടെന്ന് VC നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ താൻ സർവകലാശാല നിയമപ്രകാരം രജിസ്ട്രാറായി തുടരുകയാണെന്നും ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ തടസ്സമില്ലെന്നുമാണ് രജിസ്ട്രാറുടെ വാദം. ബുധനാഴ്ച അനിൽകുമാർ എത്തിയതും ഔദ്യോഗിക വാഹനത്തിലാണ്. അനിൽകുമാറിനെ ഒഴിവാക്കി വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ ബുധനാഴ്ച ഓൺലൈൻ യോഗം ചേർന്നു. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം സംബന്ധിച്ച യോഗമാണ് ഓൺലൈനായി ചേർന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നത്. സർവകലാശാലയിൽ ഭരണ അനിശ്ചിതത്വം തുടരുമ്പോൾ തുലാസിലാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. VC പരിഗണിക്കേണ്ട ഫയലുകളുടെ എണ്ണം കുത്തനെ കൂടുന്നു. പുതിയ കോഴ്സ് അനുവദിക്കൽ, സീറ്റ് വർധന തുടങ്ങിയ കാര്യങ്ങളും പ്രതിസന്ധിയിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് കർക്കിടകം 1 ഭക്തിസാന്ദ്രമായ രാമായണ മാസത്തിന്റെ ആരംഭം. ഇനിയുള്ള ദിനങ്ങൾ ക്ഷേത്രങ്ങളും വീടുകളും രാമനാമ മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാകും. കർക്കിടക മാസത്തെ രാമായണ പാരായണം കൊണ്ട് ഭക്തിസാന്ദ്രമാക്കുന്ന ദിനങ്ങളാണിനി. ഇനിയുള്ള 1 മാസം വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ മുഖരിതമാകും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. എന്തുകൊണ്ടും ഐശ്വര്യത്തിനെ വിളിച്ച് കയറ്റുകയാണ് കർക്കിടക മാസത്തിൽ. പിന്നെ ചിങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതുവർഷ ആരംഭമാണ്. അപ്പോൾ ആ ചിങ്ങത്തിനെ വരവേൽക്കാനും കൂടിയുള്ള ഒരു ഭക്തി നിറവോട് കൂടിയിട്ടുള്ള ഒരു മാസമായിട്ടാണ് നമ്മളിതിനെ പണ്ട് മുതലേ കണ്ടിരുന്നത്. ശരീരവും മനസ്സും ഒപ്പം പരിസരവും ശുദ്ധിയാക്കി ശ്രീ ഭഗവതിയെ വരവേൽക്കുമ്പോൾ അത് നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. ശീപോതി എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയാണ്. ശ്രീ ഭഗവതീൻ്റെ തത്സമാണ്, അതായത് സംസ്കൃതത്തിൻ്റെ മലയാളമാണ് ശീപോതി. അങ്ങനെ ശീപോതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ഐശ്വര്യത്തിനെ വരുത്തുന്ന ഒരു മാസമാണിത്. അപ്പോൾ പഴയ കാലത്ത് ഈ ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ആ സമയം, അത്രയും സമയം പോയി കിട്ടണം. അപ്പോൾ രാമായണം വായിച്ചിട്ട് അവർ ആ സമയം ഭക്തിയിൽ ആറാടുകയാണ്. കലിതുള്ളി പെയ്യുന്ന മഴ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ തിരിച്ചടി തുടങ്ങിയവയെല്ലാം തരണം ചെയ്തു വേണം
ഒരു മാസം മുന്നോട്ടു പോകാൻ. അതിനുള്ള കരുത്താർജിക്കേണ്ട സമയമാണ് കർക്കിടകം. കർക്കിടകം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ചേമ്പ്, ചേന അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ഇലക്കറികളും തൊടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക, ഈ ഇലകൾ പറിക്കുക, കറി വയ്ക്കുക, അരച്ച് എന്തെങ്കിലും ചെറിയ ഉണങ്ങലരി ഉണ്ടാവും അതിൽ ഇത് കലക്കി കുടിക്കുക. ഏറ്റവും നല്ലതാണ്. ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാ അസുഖങ്ങളെയും ഇല്ലാതെയാക്കുന്നത്. രാമായണ മാസം തീർത്ഥാടനത്തിന്റെ മാസം കൂടിയാണ്. ഇനി ഭക്തിസാന്ദ്രമായ ദിനങ്ങളാണ്. മനസ്സിൽ രാമനാമ മന്ത്രങ്ങൾ പെയ്തിറങ്ങുന്ന രാമായണ മാസം. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. റിപ്പോർട്ടർ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.